ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങളിതാ ഒരു ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കടൽ കാണാനായിരുന്നു ഞങ്ങൾ പോയത്. അനിയൻ വന്നപ്പോൾ പിള്ളേരെ കൂട്ടി ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മ കൂടെ വന്നിട്ടില്ല കേട്ടോ, അമ്മയില്ല. ഞാനും അനിയനും അനിയൻ്റെ വൈഫും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിള്ളേരെ കൊണ്ട് നമ്മൾ വന്നത് സ്നേഹതീരം ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ കടലിൽ ഇറങ്ങുന്നതിന് മുന്നേ അവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. 10 രൂപയോ 15 രൂപ എങ്ങാണ്ടായിരുന്നു അവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി വന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കനാൽ പോലെ കൊടുത്തിട്ട് അതിൽ വെള്ളം, അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് പതുക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ മീനെ കണ്ടിട്ട് മീൻ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാർക്ക് എന്ന് പറയാൻ വലിയ സംഭവമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം ഊഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒഴുകുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിനെന്താ ശരിക്കും പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ തന്നെയുള്ളൂ. അതല്ലാതെ ബാക്കിയെല്ലാ ഈ റൈഡുകളും ചീത്തയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇതിൻ്റെ മേലെ ഓടി കയറി ഇങ്ങനെ ഒഴുകും. അപ്പോൾ കടലിൽ ഇറങ്ങുന്നതിന് മുന്നേ പിള്ളേരെ കൊണ്ടുവന്ന് പാർക്കിൽ കയറാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ കയറിയതാണ്. അപ്പോൾ പിള്ളേർ ഇവിടെ കളിക്കുന്നുണ്ട്. ആനിമോൾ അവിടെ ഇരുന്നിട്ട് ഇതാ ഈ ഊരിപ്പോയ ഈ വട്ടം കറങ്ങുന്ന ഊഞ്ഞാലുണ്ടല്ലോ, അതുമ്പോൾ ഊരിപ്പോയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതുമ്പോൾ കയറി ഇരുന്നിട്ട് അവൾ കളിക്കുന്നുണ്ട്. ഇത് എന്ത് കണ്ടിട്ട് അതുമ്പോൾ കയറി ഇരിക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി, അവൾ അതിൽ കയറിയിരുന്നു. കഷ്ടപ്പെട്ടു ആനിമോള് വാ. ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല രസമാണ്. അവിടെ ഒരു ഭിത്തിയൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ അപ്പുറം നിന്നിട്ട് കടൽ കാണാനും പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കളിക്കുകയും ചെയ്യാം. പക്ഷേ ഈ പാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റപ്പ് ആയിട്ടൊന്നുമില്ല. സെറ്റപ്പ് ആയിട്ടില്ല എന്നല്ല, മുൻപ് നല്ല സെറ്റപ്പ് ആയിരുന്നു. അത് പല സാധനങ്ങളും തുരുമ്പ് പിടിച്ചൊക്കെ ചീത്തയായി പോയതാണ്. പിന്നീട് അതാരും നന്നാക്കാനൊന്നും മെനക്കെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലൊരു അടിപൊളിയായേനെ. ആൾക്കാർക്ക് ഫാമിലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ചും കൂടെ റൈഡുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായേനെ. അപ്പോൾ പിള്ളേർ മാറി ഇങ്ങനെ ഈ ഒഴുകുന്ന സാധനത്തിൽ കയറിക്കൊണ്ടിരിക്കുക. ഇത് മൂഞ്ഞാലും ഇല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഇതിൽ കയറി കളിക്കലല്ലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത് തന്നെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ആദ്യക്കുട്ടനെ ചെറുതായിട്ട് പേടിയാട്ടോ കയറിയിരിക്കാനായിട്ട്. ജോക്കുട്ടൻ്റെ ആനിമോളുടെയും പോലെ കയറിയിരിക്കാനുള്ള ധൈര്യം അവനില്ല. അവന് ചെറുതായി പേടിയാണ്. അവനെ കൈ പിടിച്ചൊക്കെയാണ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ട എന്ത് ചെയ്താലും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പിന്നെ അത് അവിടെയുള്ള കുട്ടി റൈഡിലൊക്കെ ഇവർ കയറി ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇതൊക്കെ ചീത്തയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് എവിടെയെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇതിൽ ആണ് അടുത്തത് ഇവർ കയറിയത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അഡീഷണൽ പൈസ കൊടുത്തിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ്. പാനി മോൾക്ക് ഈ സംഭവത്തിൽ കയറണം എന്ന് പറഞ്ഞു. ഇവളതിനുള്ളതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല ഞാൻ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതിൽ കയറി ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ലിവർ ഉണ്ട്. അത് പിടിച്ച് കറക്കുമ്പോഴാണ് ഈ ബോട്ട് ഓടുന്നത്. അവൾ കറക്കാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ സംഭവം അങ്ങോട്ട് സെറ്റായി വന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പതുക്കെ ഓരം ചേർത്ത് പിടിച്ചത് ഇങ്ങനെ നമ്മൾ കറക്കിക്കൊണ്ടിരുന്നു. ഒരു സന്തോഷം, അവളത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുഞ്ഞു ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മളല്ലേ അത് സാധിപ്പിച്ച് കൊടുക്കാനുള്ളൂ. ഇവളൊരു കൈ കൊണ്ട് കാണിക്കും, 2 കൈ കൊണ്ട് കാണിച്ചാൽ അത് മര്യാദയ്ക്ക് പോവുള്ളൂ. അപ്പോൾ അതിന് ആളായിട്ടില്ല. ഒരു കൈ കൊണ്ടാണ് ആൾക്കത് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അവളുടെ ഒരു സന്തോഷം. അപ്പോൾ അവളത് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിൻ്റെ അകത്ത് കയറ്റി. അപ്പോൾ കയറ്റിയപ്പോൾ ജോക്കുട്ടനും അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ അവനെയും കയറ്റാം. ഇതിപ്പോൾ വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല, അധികം പൈസ വരുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ പിള്ളേരെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവർ കയറട്ടെ, അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറ്റി അവളേനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഇതിൽ ഞങ്ങൾ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കറങ്ങായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ 8 വട്ടം കറക്കണ്ടേ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മളൊരു റൗണ്ട് കറക്കിപ്പിച്ചു. അവൾ കണ്ടോ, അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആ ലിവർ വെച്ച് കറക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു റൗണ്ട് കറക്കിപ്പിച്ചു, അടുത്ത ആൾ ഒരു റൗണ്ട് കറക്കിപ്പിച്ചു. ആദ്യക്കൂട്ടം കുറച്ച് കരഞ്ഞാലും അവനും അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവനെയും കറക്കിപ്പിച്ചു. അപ്പോൾ ഒരാളുടെ പൈസയ്ക്ക് തന്നെ നമുക്ക് ആ 3 ആൾ ഒരു റൗണ്ട് കറക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് വലിയൊരു നഷ്ടമായിരുന്നില്ല. അമ്പടാ കാണടി
അവളൊരു സൈഡിൽ ജോക്കുട്ട ജോക്കുട്ട തിരിച്ച് 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 കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ അവിടെ പ്രോപ്പറായിട്ട് അവർ കറക്റ്റ് അവരങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതിനുള്ളത് ഇവരായിട്ടില്ല. പിന്നെ നമുക്കങ്ങനെ ധൈര്യം ഉറപ്പിച്ച് അങ്ങനെ അവരെ കൈവിട്ട് കളയാനും പറ്റില്ല. കാരണം അവർ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇനി അങ്ങനെ മറിഞ്ഞു വീഴുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ കൂടെ നടന്ന് ഇരുത്താണ് ചെയ്തത്. ഇവനും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കറങ്ങുന്നത്. വലിയ എന്തോ സംഭവം എന്ന് വിചാരിച്ചിട്ടാണ് പിള്ളേർ ഈ ബോട്ടിൽ കയറി ഇരിക്കുന്നത്. വലിയ കായലിൽ കൂടെ പുഴയിൽ കൂടെയൊക്കെ വഞ്ചിയിലും ബോട്ടിലൊക്കെ പോണ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പാർക്കിന് ചുറ്റും ഇതേ ഇങ്ങനെ ഒരു കനാലുണ്ട് കേട്ടോ. അതിലൊക്കെ മീനുകളുണ്ട്. ഈ നമ്മൾ ഈ കറങ്ങുന്ന ഈ ഒരു ഭാഗത്തിന് ചുറ്റും അങ്ങനെ ഈ ഒരു കനാല് പോലൊരു സംഭവമുണ്ട്. അവിടെ ഫിഷ് സ്പാ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഇതിൽ കാലിട്ടിരുന്നിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. 100 രൂപ ഫിഷ് സ്പാ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരുന്നത് കണ്ടിരുന്നു. അതിന് ഇതിൽ കാല് വെച്ചിരുന്നോണ്ടാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പേടിത്തൊണ്ടിനും കൂടി കയറ്റിയിട്ടുണ്ട്. എല്ലാവരും കയറിയതല്ല, എന്നാൽ പിന്നെ ഇവനും കയറട്ടെ എന്ന് വിചാരിച്ചു. ഇവൻ അവരെക്കാളും ചെറുതാണ്, അവന് പേടിയുണ്ട്. അതായത് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ അവനെ ഞാൻ വട്ടെത്തിച്ചു. മോശം 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 അയ്യേ മോശം മോശം ഇല്ല വീല്ല ചേച്ചിയോട് നോക്കിയാ അടുത്തൊരായിട്ടെന്താ ഈ സംഭവമായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. പൂവന്മാർ ഇതിൽ കയറണം എന്ന് പറഞ്ഞ് കയറ്റി എടുത്ത് ചാടി തുടങ്ങുമ്പോൾ, വലിയ പിള്ളേർ ചാടി തുടങ്ങുമ്പോൾ ഇവർ മടങ്ങി വീഴും. അപ്പോൾ നമ്മൾ ഇറക്കും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇവർ കയറണം എന്ന് പറയും. അങ്ങനെ നമ്മൾ ഇതിൽ കയറ്റിയത്. പക്ഷേ ഇതിന് ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത് ഇതും പൈസ കൊടുത്തിട്ടുള്ള എന്തൊരു സംഭവമായിരുന്നു. നമ്മളിതിൻ്റെ പൈസ കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. പിള്ളേർ ചാടണാണ്ടപ്പോൾ ഇവർ ചാടണം എന്ന് പറഞ്ഞു. ഇവരെയും കൊണ്ടതിൽ കയറ്റി എന്നുള്ളതല്ലാണ്ട് നമ്മളിതിന് പൈസ കൊടുത്തിട്ടില്ല. അത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് ഇതിനും പൈസ ഉണ്ടെന്നുള്ളത്. ഇവർ കണ്ടോ, ഇവരിക്കുകയാണ് ചാടാതെ. ഇവർ വീഴുമ്പോൾ പിന്നെ സേഫായിട്ട് അവിടെ നോക്കിയിരിക്കും. പിന്നെ ചാടലൊക്കെ അവിടെ നിർത്തും. മോളെ അങ്ങനെ ചാടുമ്പോ വീഴും. ചാട്, എനിക്കൊന്ന് ചാട്. ചാട് ചോക്കുട്ടാ, ചാട് ചാട്. ചോക്കുട്ട ചാടു. വീഴില്ലേ വീഴില്ലേ, ചാടിക്കോ. ആ ചേച്ചി ചാട നോക്കിയേ. ചേച്ചി കിടപ്പായി ക്ഷീണിച്ചിട്ട്. ചാട്, ഉറക്ക ചാട്. ആ
സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഒരു കൗതുകമാണ്. പിന്നെ വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. ആ പാർക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൽമണ്ഡപം പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഞങ്ങൾ ബീച്ചിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 2ാമത്തെ തവണയാണ് ഇപ്പോൾ കാല് നനയ്ക്കാതെ പോണേ. ഇതിന് മുമ്പ് ഒരിക്കൽ സ്നേഹത്തിരിട്ട് വന്നപ്പോഴും ഞങ്ങൾ കാല് നനച്ചിരുന്നില്ല, കടലിലേക്ക് ഇറങ്ങിയില്ല. ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു സമയമായ കാരണം കൊണ്ട് പിന്നെ കടലിലേക്ക് ഇറങ്ങിയില്ല. ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കടൽ കണ്ടിട്ട് അങ്ങ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. എനിക്ക് കടൽ കാണാൻ പോയാൽ കടലിലിറങ്ങി കാല് നനയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയമൊക്കെ ആണെങ്കിൽ, സന്ധ്യാസമയമൊക്കെ ആണെങ്കിൽ വെറുതെ കടൽ നോക്കിയിരിക്കാനും ഇഷ്ടമാണ്. ഒരു ഫ്രഷ് ആവുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ ട്രെയിൻ കണ്ടത്. അപ്പോൾ പിള്ളേർക്ക് ഒരേ നിർബന്ധം, കൂക്കുവണ്ടിയിൽ കയറണം. ആദ്യക്കുട്ടന് കൂക്കുവണ്ടിയിൽ കയറണം, ജോക്കുട്ടന് ആനിമൾക്ക് എല്ലാവർക്കും കയറണം. അടുത്തടുത്തിരുത്താൻ നോക്കിയപ്പോൾ എല്ലാവർക്കും സ്വന്തം സീറ്റിൽ കയറണം. അതല്ലാതെ അടുത്തടുത്തൊന്നും അവർക്ക് ഇരിക്കേണ്ട, അവർ മുതിർന്നു എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ നമ്മൾ 3 പിള്ളേരെയും കൊണ്ട് ചെന്നപ്പോൾ ആ ചേട്ടനും ഡിസ്കൗണ്ട് വന്നു. 3 പേരും കൂടെ 2 പേരുടെ ടിക്കറ്റിൻ്റെ റേറ്റിലാണ് കയറിയത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അതും കൂടെ നടക്കട്ടെ, എന്തായാലും തിരിച്ചു പോരുകയാണ്. നമ്മളിപ്പോൾ ഇത് എന്നൊന്നും കൊണ്ടുപോയി കയറ്റുന്നൊന്നും അല്ലല്ലോ. അപ്പോൾ എല്ലാ ബീച്ചിലും പോയാലും ഇങ്ങനത്തെ റൈഡ്സ് ഒന്നും നമ്മൾ കാണണമെന്നില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ, അവരൊന്ന് കറങ്ങിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് 3 ഇതിൽ കയറ്റി വിട്ടു. നമ്മൾ കയറിയില്ല, കാരണം നമ്മൾ കയറിയാലും പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് പുറത്ത് നിന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അവർ കരയണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്നാൽ അവർ പോയിട്ട് വരട്ടെ. പാർക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ടോയ്സൊക്കെ വിൽക്കുന്ന ഷോപ്പ് കണ്ടത്. അവിടെ നിന്ന് എല്ലാവരും അവനവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഓരോ സാധനങ്ങൾ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പുറത്ത് കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അവിടേക്കാണ്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും സംഭവമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിള്ളേർ ടോയ്സും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിയന് കുലുക്കി സർബത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഫ്ലേവറും പറഞ്ഞു, കുലുക്കി സർബത്ത് വാങ്ങിച്ചു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവന്മാർ വേറെ കിട്ടിയ ടോയ് പോരാ, വേറെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് അതിൻ്റെ ഇടയിൽ ആനിമോൾ പോയിട്ട് സംഭവം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് കുലുക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ വിശേഷങ്ങളും, ആ ചേട്ടൻ പുറത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചേട്ടൻ്റെയാണ് ഈ കടയൊക്കെ, ഈ ടോയ്സിൻ്റെ കടയും അതുപോലെ ഈ ഉപ്പുമാങ്ങ വിൽക്കുന്ന കടയും ഈ കുലുക്കി സർബത്ത് ജ്യൂസൊക്കെ കൊടുക്കുന്ന ഈ കടയും എല്ലാം ചേട്ടനാണ് അതിൻ്റെ മുതലാളി. അങ്ങനെ നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് പിള്ളേർക്ക് വേറെ ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞവർ നമ്മളെ ചൊറിയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുലുക്കി വന്നു, 2ാമത്തെ കുലുക്കി വന്നു. നമ്മൾ പ്രതീക്ഷിച്ച ടേസ്റ്റൊന്നും നമ്മൾ പറഞ്ഞ ഫ്ലേവറിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പതുക്കെ നമ്മൾ അവിടെ നിന്ന് പിള്ളേരെയൊക്കെ വാരിക്കെട്ടി നമ്മൾ കാറിൽ കയറി നമ്മൾ തിരിച്ചു വരികയാണ്. അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് ഓഹോ ബീച്ച് കണ്ടത്. നമ്മൾ പോയ വഴിക്കല്ല നമ്മൾ തിരിച്ചു വന്നത്. നമ്മൾ തളിക്കുളത്ത് പോയി ഇവിടെ എല്ലാ ഓഹോ ബീച്ച് എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ചു പോരുമ്പോണ്ട് വഴിയിൽ ഓഹോ ബീച്ച് കണ്ടു. ഇവിടെ വേറെ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പിന്നെ വൈകി തുടങ്ങിയതുകൊണ്ടും പിള്ളേരൊക്കെ ആകെ അലമ്പാക്കി തുടങ്ങിയതുകൊണ്ടും പിന്നെ നമ്മളവിടെ കയറിയില്ല.
അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. വലിയൊരു ട്രിപ്പൊന്നും അല്ലെങ്കിലും ഇടയ്ക്ക് ചെറിയ ഇങ്ങനത്തെ ഔട്ടിങ്ങൊക്കെ നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആവാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ തീരുന്നില്ല, തുടർന്ന് കണ്ടേയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.